തൃശൂർ ആസ്ഥാനമായി ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ഹോപ്പ് സൈക്കോളജി കൗൺസിലിംഗ് സെന്ററിൽ കുട്ടികൾ, കൗമാരക്കാർ, മുതിർന്നവർ, പ്രായമായവർ എന്നിവർക്കായി സമഗ്രമായ മാനസിക സേവനങ്ങൾ, എല്ലാവരുടെയും മാനസിക ക്ഷേമത്തിലേക്കുള്ള ഒരു പുതിയ യാത്രയുടെ തുടക്കം കുറിക്കാൻ ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ, ഓപ്പോസിറ്റ് സരോജ ഹോസ്പിറ്റൽ, ഷൊർണൂർ റോഡ്, തൃശൂർ. UDF നടത്തുന്നത് സാമുദായിക പ്രചാരണമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. വർഗീയത ഉപയോഗിച്ച് ജയിക്കാമെന്നാണ് ഇരു മുന്നണികളുടെയും ധാരണ. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. ഇരു മുന്നണികളും വർഗീയ പ്രചരണം നടത്തുകയാണ്. വർഗീയത ഉപയോഗിച്ച് ജയിക്കാമെന്നാണ് ധാരണ. SDPI പരസ്യ പിന്തുണ UDFന് നൽകി. അവർ വ്യാപക വർഗീയ പ്രചരണം നടത്തുകയാണ്. കോൺഗ്രസ് നേതാക്കൾ SDPI പിന്തുണ വേണ്ടെന്ന് പറയുന്നില്ല. VD സതീശൻ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി ചർച്ച നടത്തി. സഞ്ജിത് ശ്രീനിവാസൻ കേസിലെ പ്രതികളുടെ ബന്ധുക്കളുമായി ചർച്ച നടത്തി. ശ്രീനിവാസന്റെ കൊലയാളികളുടെ ബന്ധുക്കളുമായി എന്താണ് ചർച്ച? MLAയുടെ നേതൃത്വത്തിൽ ഗ്രീൻ സ്ക്വാഡ് കോൺഗ്രസ് പ്രചരണത്തിന് തിരിക്കുകയാണ്. പ്രത്യേകം പ്രചരണം നടത്തുന്നു. സാമുദായിക പ്രചരണത്തിനാണ് UDFന്റെ ശ്രമം. മുസ്ലിം സഹോദരങ്ങളെ ഭയപ്പെടുത്തുന്നു. LDFന് PDPയുമായി നേരിട്ട് സഖ്യമുണ്ട്. വർഗീയത ആളിക്കത്താൻ UDF ശ്രമിക്കുന്നു. VD സതീശൻ നിരോധിത തീവ്രവാദ സംഘടനാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. SDPI ആരാധനാലയങ്ങളിൽ ലഘുലേഖ വിതരണം ചെയ്തു. കോൺഗ്രസ് അടിച്ചുകൊടുത്ത ലഘുലേഖയാണ് വിതരണം ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിഷയം പരിശോധിക്കണം. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടത്തുന്നുണ്ടെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് സംബന്ധിച്ച് പരാതി നൽകും. ആരാധനാലയങ്ങളും മഹല്ല് കമ്മിറ്റികളും കേന്ദ്രീകരിച്ച് വർഗീയ പ്രചരണം നടത്തുകയാണ്. ഗ്രീൻ ആർമി ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത പ്രചരണമാണ് നടത്തുന്നത്. പ്രത്യേക വിഭാഗം ആളുകളുടെ വീടുകളിലാണ് ഗ്രീൻ ആർമി കയറുന്നത്. കോൺഗ്രസിന് എന്തു പറ്റിയെന്നും അദ്ദേഹം ചോദിച്ചു. ന്യൂസ് ഡെസ്ക് എനിടൈം. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.